മാണി സി കാപ്പൻ എം.എൽ.എക്കും ജോസ് കെ മാണി എം.പിക്കും പാലാ ജനറൽ ആശുപത്രി സാമ്പത്തിക സ്രോതസ്സായി മാറിയെന്ന് ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.കെ. ശശികുമാർ. പാലാ ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ ജനറൽ ആശുപത്രി ഇരുമുന്നണി നേതാക്കളുടെയും കറവപ്പശുവും പണം സമ്പാദിക്കാനുള്ള മാർഗവുമായി മാറിയിരിക്കുകയാണെന്നും യാതൊരു അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കാതെയും വേണ്ട ആരോഗ്യ പ്രവർത്തകരെയോ മരുന്നോ മറ്റുപകരണങ്ങളോ ലഭ്യമാക്കാതെ പാവപ്പെട്ട ഗർഭിണികൾക്കും ഹൃദ്രോഗം, ക്യാൻസർ, അപകടം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കും യാതൊരു പ്രയോജനവും ഈ ആശുപത്രി കൊണ്ട് ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 2 കോടി രൂപ ജോസ് കെ മാണിയുടെ വകയുണ്ട്, 2 കോടി രൂപ മാണി സി കാപ്പന്റെ വകയുണ്ട്. അപ്പോൾ മൊത്തം 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. നിലവിൽ അനുവദിച്ചിരിക്കുന്നത് 2 കോടി രൂപയാണ്. ഇത് ഒരു ഉദാഹരണമാണ്. പാലായെ കഴിഞ്ഞ 50 വർഷക്കാലമായി ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്ന 2 മുന്നണികളാണ് പാലായുടെ ശാപം എന്ന് പറയുന്നത്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സാഹചര്യത്തിൽ ഇതെവിടുന്നെടുത്ത് കൊടുക്കാനാണ്, ആരെടുത്ത് കൊടുക്കാനാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഈ പാലായിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകും, ഈ റോഡിലൂടെ പോകുമ്പോൾ, ആശുപത്രിയിലേക്ക് കയറി പോകുമ്പോൾ ആ റോഡിന്റെ ശോചനീയാവസ്ഥയും ആ റോഡിന്റെ പരിതാപകരമായ അവസ്ഥയും എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളല്ല ഈ നാട്ടുകാർ. അത് കഴിഞ്ഞ 50-60 വർഷക്കാലമായി തുടരുന്ന റോഡാണിത്. അതല്ലാതെ ഇന്നലെയോ മിനിയാന്നോ പണിത റോഡല്ല ആശുപത്രി റോഡെന്ന് പറയുന്നത്. 2 വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു വന്നാൽ ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിൽ ഇടുങ്ങിയ റോഡാണ് ഈ റഫറൽ ആശുപത്രിയിലേക്ക് ഉള്ള റോഡെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴാണോ ഇത് ജോസ് കെ മാണിയും മാണി സി കാപ്പനും കാണാൻ തുടങ്ങിയത് ഇങ്ങനെ റോഡാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്? വെറും റീൽസ് പ്രചരണവും മാത്രമാണ് എല്ലാ ജനപ്രതിനിധികളും നടത്തുന്നത്. സ്ഥലം കയ്യേറിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിലും നഗരസഭാ ഭരണ നേതൃത്വം പരസ്പര സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ ആയുസിന്റെ ബലം കൊണ്ട് മാത്രം രക്ഷപ്പെടുമ്പോൾ അതും പരസ്യ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഭരണ നേതൃത്വം പാവപ്പെട്ട ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തോലി പഞ്ചായത്ത് അംഗവുമായ എൻ.കെ. ശശികുമാർ ആവശ്യപ്പെട്ടു. പാലാ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി അനീഷ് അധ്യക്ഷത വഹിച്ചു. കേരളം ആരോഗ്യത്തിൽ നമ്പർ 1 ആണ്. ഈ കപ്പൽ ആടിയുലയുകയില്ല, ഈ കപ്പൽ മുങ്ങിത്താഴുകയില്ല എന്ന് ഘോരം നിയമസഭയിലും പൊതുവേദികളിലുമൊക്കെ അനർഗളം നിർഗളം പ്രസംഗങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എവിടെയാണ് എത്തി നിൽക്കുന്നത്? കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ, കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ, പൊതുജനാരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏതറ്റത്താണ് എത്തി നിൽക്കുന്നത് എന്ന് ഈ നാട്ടിലെ എല്ലാ സർവ്വസാധാരണക്കാരനും അങ്ങോളം ഇങ്ങോളമുള്ള, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആശുപത്രികളിൽ രോഗിയായി അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരനായി, ഇനി ഒന്നുമല്ലെങ്കിൽ ഒരു രോഗി സന്ദർശകനായി എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, വേണ്ടത്ര മരുന്നുകളില്ലാതെ, ഡോക്ടർമാരുടെ കുറവ്, ആശുപത്രി ജീവനക്കാരുടെ കുറവ്, മരുന്നുകളുടെ കുറവ്. അങ്ങനെ ബി.ജെ.പി സംസ്ഥാന നേതാക്കളായ പ്രൊഫസർ ബി. വിജയകുമാർ, സെബി പറമുണ്ട, വിഷ്ണു വഞ്ചിമല, ഷാനു വി.എസ്, മുരളീധരൻ പി.ആർ, ജയരാജു, റോജൻ ജോർജ്, മാഗി ഡൊമിനിക്, മനോജ് മാഞ്ചേരി, കുട്ടിക്കൃഷ്ണൻ വി, അരുൺ ആർ നായർ, ഡി ബിജു, സുരേഷ് ബി, സ്മിത വിനോദ്, ശ്രീകുട്ടൻ എം.ഒ, ഹരി ഉണ്ണിപ്പള്ളി, പയസ് ടി.ജെ, അജി കെ.എസ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.